പ്രഗ്നൻസിയിലുള്ള സമയത്ത് അങ്ങേയറ്റം സ്ട്രെസ്സിലൂടെ പോകുന്ന ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടൊന്നും ഒട്ടും കിട്ടാത്ത ചില കേസുകൾ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രഗ്നൻസിയിൽ നമുക്ക് നമ്മുടെ ഒരു സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ അത് കുട്ടികളെ സംബന്ധിച്ചിട്ട് പലതരം പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. ADHD പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതായത് അമ്മമാരുടെ നെർവസ് സിസ്റ്റം എന്താണോ അതാണ് ശരിക്കും കുട്ടിയിലേക്ക് കോപ്പി ചെയ്യപ്പെടുക. അപ്പോൾ ഇത് മനസ്സിലാക്കാത്ത ഒരു പാർട്ട്ണറാണ് കൂടെയുള്ളത് എങ്കിൽ അവിടെ പിന്നെ ചെയ്യാനുള്ളത് ഈ പറയുന്ന എന്താ പറയുക, നമ്മുടെ പേസിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മൾ നല്ല രീതിയിൽ അവയർനെസ്സോട് കൂടിയിട്ട് നമ്മൾ അവെയർ ആയിരിക്കുക. നമ്മുടെ ബോഡിയിൽ ഈ ഒരു അവസ്ഥ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ അവെയർ ആയിക്കൊണ്ട് നമ്മൾ തെറപ്പി എടുക്കുക, നമ്മൾ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് എടുക്കുക. അതുപോലെ നമ്മളൊരു സിസ്റ്റം നമുക്ക് ചുറ്റും ഡെവലപ്പ് ചെയ്തെടുക്കുക. ഈ ഒരു ബിഹേവിയർ, പാർട്ട്ണറുടെ ഒരു ബിഹേവിയർ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ ഉള്ളൊരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതേ അതിനകത്ത് ചെയ്യാനുള്ളൂ.